ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ കുറച്ച് നാളായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കാറില്ല. കാരണം ഒരു വിശ്വാസമാണ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കണു എന്നുള്ള ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ചോദിക്കാത്തത് കേട്ടാ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി അങ്ങനെ ചോദിക്കണം എന്ന്. കാരണം നമ്മുടെ കേരളം മുഴുവൻ നല്ല കാലവർഷമാണ് അല്ലേ. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ പ്രാവശ്യം സാധാരണഗതിയിൽ ഞങ്ങളുടെ ഈ പ്രദേശത്തൊന്നും അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാറില്ല. എന്നിരുന്നാലും എൻ്റെ പടിഞ്ഞാപ്പുറം എന്ന് പറയുന്നത് അല്പം താഴ്ന്നൊരു സ്ഥലം, അല്ലെങ്കിൽ ഒരു പണ്ട് കാലത്ത് അതൊരു പാടം പ്രദേശമായിരുന്നു. അതുകൊണ്ട് അവിടെ ഇപ്രാവശ്യത്തെ അധിക മഴയിൽ അല്പം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ബാധിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ പടിഞ്ഞാപ്പുറത്തുള്ള ഒരു മതിലിൻ്റെ ഏകദേശം പൊക്കം വരെ, അതായത് ഭൂമിയേക്കാളും അല്പം കയറ്റി പണിതിട്ടുണ്ടായിരുന്നു മണ്ണ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. അവിടം വരെ വെള്ളം വന്നിട്ടുണ്ട്. എന്നാലും എല്ലാവരോടും പറയാണ് സേഫായിട്ടിരിക്കുക, സൂക്ഷിച്ചിരിക്കുക, അത്രയല്ലേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴേ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു പോത്തോസിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാനാണ്. കളക്ഷൻസ് എന്ന് പറയാൻ മാത്രം ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് 7 വീടുണ്ടെന്ന്. 7 വീട്ടിൽ എൻ്റെ അമ്മയുടെ അടുത്തും എൻ്റെ 2 ബ്രദേഴ്സിൻ്റെ വീട്ടിലും നല്ല ഹൈറ്റിൽ നല്ല ഒത്ത മണി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. മരത്തുമലാണ് അവരൊക്കെ പടർത്തിയിട്ടുള്ളത്. എൻ്റെ അമ്മ തെങ്ങുമലാണ് പടർത്തിയിട്ടുള്ളത്. ഒരു ബ്രദർ കവുങ്ങുമൽ, വേറൊരു ബ്രദറിൻ്റെ വീട്ടിൽ മാവുമലാണ്. അപ്പോൾ നല്ല പൊക്കത്തിൽ പോയിട്ട് നല്ല വലിയ മണി പ്ലാന്റ് ആണ്. അറിയാലോ, മണി പ്ലാന്റ് വാസ്തുശാസ്ത്രപ്രകാരം ഇന്ന ദിശയിൽ വെക്കണം എന്നൊക്കെയുണ്ട്. അപ്പോഴേ എനിക്കാണെങ്കിൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മരത്തുമലൊന്നും വെക്കാൻ മാത്രമുള്ളൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും എനിക്ക് ഈ പ്ലാന്റിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പോർഷനൊക്കെ എടുത്ത് അത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വീട്ടിൽ വെക്കാറുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഏതെങ്കിലും ഭരണികളോ കപ്പുകളോ എന്തെങ്കിലും കണ്ടെയ്നേഴ്സ്, നമ്മൾ ഫുഡ് കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ ചില ഡിഷിൻ്റെ മൂടികളൊക്കെ കാണാതെ വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളതിനൊക്കെ റീയൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു ഹോബിയുണ്ട്. അതുപോലെ അടുക്കളയുടെ വർക്ക് ഏരിയയിൽ അടുക്കളയിൽ തന്നെ ഒരു 3-4 പാത്രങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏരിയയിൽ 3-4 പാത്രങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3-4 വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. നമ്മൾ മണി പ്ലാന്റ് എന്നാണല്ലോ കോമൺ ആയിട്ട് പറയുക. ഇത് ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു വേരിഗേറ്റഡ് പൊത്തോസാണ്, ഒരു വൈറ്റും ആൻഡ് ഗ്രീനും ആയിട്ടുള്ളത്. അതുപോലെ പിന്നെ അതിൻ്റെ തന്നെ വേറൊരൽപ്പം ഇത്തിരിയും കൂടെ തിക്കായിട്ടുള്ള കട്ടിയുള്ള ഇലയായിട്ടുള്ള ഇത് കണ്ടില്ലേ, ഇതൊരല്പം വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ആ വെള്ളയും പച്ചയും ലീഫിനേക്കാളും ഒരല്പം വ്യത്യാസമുണ്ട്. മഞ്ജുള പോത്തോസ് എന്നാണെന്ന് തോന്നുന്നു ഇതിനെ പറയുക. ക്രീമി വേരിഗേറ്റഡ് തിക്ക് വേരിഗേറ്റഡ് ലീവ്സാണ് ഇത്. പിന്നെ ഇതുകൊണ്ടുള്ള പ്രത്യേകത എന്താ, നമുക്ക് കെയറിങ് വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് നമുക്ക് വെള്ളത്തിലും വളർത്താം, മണ്ണിലും വളർത്താം, മറ്റ് ഏതെങ്കിലും എന്താ പറയുക, നമുക്ക് ഇത് കൊക്കോപീറ്റൊക്കെ വെച്ച് മിക്സ് ചെയ്ത ആ മണ്ണിൽ വെള്ളം വാർച്ച ഉണ്ടാവണമെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതേസമയം നമുക്ക് വെള്ളത്തിൽ ഇതിനെ വളർത്താം. അതാണ് പ്രത്യേകത. അതായത് മണലിൽ വെച്ചിട്ട് അതിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇത് കേടുവരും. അതേസമയം തനിയെ വെള്ളത്തിൽ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെയുള്ള കമ്പുകളിൽ ഇങ്ങനെ വേരുകൾ ഊർന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കട്ടിങ്സ് എടുക്കാം കേട്ടോ. കട്ടിങ്സ് എടുക്കുമ്പോൾ ഒരു ചെറിയ നോഡും അതിനോടൊപ്പം വന്നിട്ടുള്ള ഒരു ചെറിയ വേരിൻ്റെ പോർഷനും അത് വേണം നമുക്ക് പ്രൊപ്പഗേഷന് എടുക്കാനായിട്ട്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ കട്ടിങ്സിനെ മുഴുവൻ എടുത്തിട്ട് ഒരു കുഞ്ഞു പാത്രം, ഒരു ഗ്ലാസ്സിലോ ഒരു കുഞ്ഞു പാത്രത്തിലോ വെള്ളത്തിലേക്ക് ഇത് ഇറക്കി വെച്ചാൽ ഒരു 10-12 ദിവസം കഴിഞ്ഞോട് കൂടിയിട്ട്, മാക്സിമം 2 ആഴ്ചയാണ് കേട്ടോ, അത് വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും പോട്ടിലേക്ക് മണ്ണിലേക്കോ ഒക്കെ അതിനെ മാറ്റി നടാം കേട്ടോ. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ തെർമോക്കോളൊക്കെ കിട്ടുമല്ലോ, നമുക്ക് ആ തെർമോക്കോളൊക്കെ ചെറിയ പീസൊക്കെ ആക്കിയിട്ട് അത് ഒരു കുഞ്ഞു ഗ്ലാസ്സിലിട്ട് അതിൽ ആ തെർമോക്കോൾ നനയണ അത്രയും വെള്ളമൊഴിച്ച് നമുക്ക് ഈ കട്ടിങ്സ് ഇറക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു തെർമോക്കോളിന്മേലൊക്കെ ചുറ്റി അത് വേര് അതുമേൽ ഊർന്നിറങ്ങും. അപ്പോൾ പിന്നീട് നമുക്ക് അതങ്ങനെ ആ തെർമോക്കോൾ അടക്കം അത് മണ്ണിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്യാം.
ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ കട്ടിങ്സ് മണ്ണിൽ വെച്ചിട്ടും നമുക്ക് പിടിപ്പിക്കാം കേട്ടോ. ഏറ്റവും എളുപ്പമാണ് ഇത് മുഴുവൻ. ഞാനൊരല്പം ബുഷിയായി എന്ന് കാണുമ്പോൾ അപ്പോൾ കട്ടിങ്സ് എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ നടും. അങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുരുങ്ങിയത് 10-12 പോട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അടുക്കളയിലും വർക്ക് ഏരിയയിലും എൻ്റെ ഫ്രണ്ടിൽ കുഞ്ഞൊരു തിണ്ണാന്ന് പറയും നമ്മളിവിടെ ഇരിക്കുന്ന ഒരു സ്പേസാണ്. പക്ഷേ അവിടെ മുഴുവൻ എൻ്റെ പോത്തോസ് ഇത് ഞാൻ വെച്ചപ്പോൾ നോക്കി അവിടെയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിലത്തെയും വർക്ക് ഏരിയയിലത്തെയും ഒന്നും കൊണ്ടുവന്ന് വെക്കാനുള്ള സ്ഥലമില്ല. അപ്പം അത്രയും ഭംഗിയാണല്ലേ കാണാനായിട്ട്. പിന്നെ നമുക്ക് ഇതാരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാനും നമുക്കൊരു മടിയില്ല കേട്ടോ. കാരണം കുഞ്ഞൊരു പോർഷൻ കൊടുത്ത് അവർക്കും ഉണ്ടാവും, നമുക്കും അതുകൊണ്ട് നഷ്ടമില്ല. പിന്നെ മരത്തിലുള്ളത് എൻ്റെ തൊട്ട് ബാക്കിലാണ് ബ്രദറിൻ്റെ വീട്, അവിടെയും എനിക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അമ്മയുടെ വീട്ടിലുള്ള അതാണെങ്കിലും എനിക്ക് കാണാമല്ലോ. അപ്പോൾ വലിയ എന്താ പറയുക മണി പ്ലാന്റ് ഉണ്ട് എന്നുള്ള ആ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പോത്തോസിൻ്റെ വിശേഷങ്ങൾ. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ലീവ്സ് നമ്മൾ ഒരു 4 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ. പൊടി വരാനായിട്ട് ഉണ്ടാവാൻ ഇടയാവരുത്. പൊടി പിടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ എന്താ പറയുക ഭക്ഷണം നിർമ്മിക്കാനുള്ള ആ ഒരു അതിനെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് വെള്ളം ആ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നന്നായി നനച്ച് തുടച്ച നല്ല കോട്ടൺ തുണി, സ്മൂത്ത് ആയിട്ടുള്ള തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുക. അല്ലെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല സൂര്യപ്രകാശത്ത് വെക്കരുത്. വെളിച്ചം ആവശ്യമാണ്, ഈർപ്പം ആവശ്യമാണ്. അതിനനുസരിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്നവരുണ്ട്, പുറത്ത് കൊണ്ട് വെക്കുന്നവരുണ്ട്. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് വന്നാൽ അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് കരിയാനായിട്ട് ഇടവരും. അതുപോലെ പൊടിപടലങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ബ്രൗൺ കളറിലുള്ള പുള്ളികൾ വരാനും ലീഫ് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നന്നാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഏത് പോട്ടിലും വെക്കാമെന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് വേറൊരു ഗുണവശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും മണി പ്ലാന്റ് പടർന്ന് കയറണം എന്ന് അത്ര വിശ്വാസമുള്ളവർ പറയാം. മണി പ്ലാന്റ് വളർന്ന് കയറി പോകുന്നതിനനുസരിച്ചാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവാമെന്ന് വിശ്വസിക്കുന്നവർ പറയും. അതും മറ്റൊരു പ്ലാന്റിലല്ല അത്ര വളർത്തേണ്ടത്. ശരിക്കും വല്ല കയറോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലൂടെ അത് കയറിപ്പോകണം എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഹാങ് ചെയ്ത് വിടാം. ഒരു പോട്ടിലാക്കിയിട്ട് അത് താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാനും ഭംഗിയാണ്. ഇനി അതെല്ലാം നമുക്ക് ബുഷിയായിട്ടും വളർത്താം, എങ്ങനെ വേണമെങ്കിലും വളർത്താം കേട്ടോ. നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിലോ ഒക്കെ ടേബിളിൽ അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റഡി ടേബിളിലൊക്കെ വേണമെങ്കിൽ ഇത് കൊണ്ട് ഒരു ഭംഗിക്ക് വളരെ കൊച്ചു സെറാമിക് പോട്ടുകളിൽ വേണമെങ്കിൽ കുഞ്ഞൊരു പ്ലാന്റ് വെച്ചിട്ടും വെക്കുകയും ചെയ്യാം. നമുക്ക് നല്ല ഭംഗിയല്ലേ. എന്തൊക്കെ തന്നെയാണെങ്കിലും പ്ലാന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി തന്നെയാണല്ലേ നമുക്ക് തരുന്നത്. അതിൻ്റെ ആ ഒരു കളേഴ്സും അല്ലെങ്കിൽ എന്താ പറയുക മൊത്തത്തിൽ. അതുകൊണ്ട് മണി പ്ലാന്റ്സിനെ കുറിച്ച് പോത്തോസിനെ കുറിച്ചൊന്നും വേറെ നെഗറ്റീവ് വശങ്ങളൊന്നും പറയാനില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ലീവ്സിൽ ചെറിയ ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയണേ. അത് നമ്മുടെ എങ്ങാനും കടിക്കാനൊക്കെ ഇടവന്നാൽ നാവൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. മുഴുവനായിട്ടും ഒരു ടോക്സിക് പ്ലാന്റാന്ന് പറയണില്ല, എന്നിരുന്നാലും ആ ഒരു വിഷാംശം ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു പോത്തോസ് കളക്ഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഒന്ന് വീഡിയോ നോക്കിയിട്ട് പറയണം കേട്ടോ. അതുപോലെ ഇതിൽ ഈ കാണുന്നത് നമ്മുടെ എന്താ പറയുക ചൈനീസ് മണി പ്ലാന്റ് എന്നോ മറ്റോ പറയുക. വട്ടത്തിലുള്ള ലീവ്സ്, ശരിക്കും ഒരു താമരയുടെ മിനി വേർഷനാണെന്ന് പോകും. അത് ശരിക്കും എന്താ പറയുക അതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കണതാണ് നല്ല ഭംഗിയുണ്ട്. എനിക്കൊരു കുഞ്ഞു പോർഷൻ കിട്ടിയിട്ട് ഞാൻ വളർത്തിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാനത് എൻ്റെ ഒരു അടപ്പുള്ള പാത്രം ഇതുപോലെ എവിടേക്കോ വെച്ച് അതിൻ്റെ മൂടി കാണാനില്ല. ഒരുപാട് ഞാൻ തിരഞ്ഞു നോക്കിയിട്ട് മൂടി കാണാനില്ല. അപ്പോൾ പിന്നെ അത് വെറുതെ ഇരിക്കില്ല ആ പാത്രത്തിന് ഒരു ലേസ് ഉണ്ടായിരുന്നു. ലേസ് ബാലും ഇങ്ങനെ സൈഡിൽ ഒട്ടിച്ച് തന്നപ്പോൾ അതൊരു കാണാൻ ഭംഗിയായി. അപ്പോൾ അതിൽ വെള്ളത്തിലാണ് ഞാൻ ആ പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാനായിട്ട്. ഇത് നല്ല തിക്കായിട്ട് അതിൽ ലീവ്സ് ഇത്തിരിയും കൂടെ വട്ടത്തിൽ വരും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്നോട് ആരോ പറഞ്ഞു ഇതിൽ ഇങ്ങനെ ഈ വെള്ളത്തിൽ ഈ പ്ലാന്റ് ഇരിക്കുന്ന വെള്ളത്തിൽ എന്താ പറയുക കൊതുക് മുട്ടടില്ലാന്ന്. പക്ഷേ എനിക്ക് ഇന്നാൾ കണ്ടോ എന്നൊരു സംശയം, എവിടെയോ കണ്ടോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിത് വെള്ളത്തിലും വളർത്തുന്നുണ്ട് മണ്ണിലും വളർത്തുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും വെള്ളത്തിൽ ഏതെങ്കിലും പ്ലാന്റ് വളർത്തുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും 3-ാമത്തെ ദിവസം ആ വെള്ളം മാറാനായിട്ട് ശ്രമിക്കണം. ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മളത് പുറത്തേക്ക് എടുത്തു വയ്ക്കുകയോ ആരെയെങ്കിലും അത് ഏൽപ്പിക്കാനും മറക്കരുത്. കാരണം ഈ ഒരു സമയത്തൊക്കെ വളരെ നമ്മൾ കൊതുകിനെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് അല്ലേ. അങ്ങനെ
ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോത്തോസ് നമുക്ക് ഇഷ്ടം പോലെ വീട്ടിലുണ്ടാക്കാം. അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണല്ലോ അല്ലേ കാണാനായിട്ട് ആ ഒരു കളറുകൾ. ഇതിലെൻ്റെ ഈ വയലറ്റ് പോട്ട് നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ കുഴയ്ക്കണ ഒരു ബൗളാണ് കേട്ടോ. അതിൽ പോത്തോസ് വെച്ചിട്ട് അതൊരല്പം അകത്തായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വെളിച്ചം കുറവുള്ള സ്ഥലത്ത്. പക്ഷെ അതിന് വല്ലാതെ വെളിച്ചം കുറഞ്ഞപ്പോൾ ഇലകൾ മഞ്ഞാവാൻ തുടങ്ങി. പിന്നെ നമ്മളത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് അത്യാവശ്യം വെളിച്ചം കിട്ടുന്നിടത്തൊക്കെ വെച്ചപ്പോൾ അതിൻ്റെ ലീവ്സ് ഒന്ന് ഗ്രീൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഇതൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. ഇത് മണ്ണിൽ നല്ല അനുയോജ്യമായിട്ട് കാലാവസ്ഥയ്ക്ക് വളരെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി, കാലാവസ്ഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഇവയ്ക്ക് നല്ല ചൂടുള്ള കാലാവസ്ഥ എളുപ്പമല്ല, പറ്റില്ല. ആ സമയത്തൊക്കെ നമ്മൾ തീർച്ചയായും ഒന്ന് വെള്ളം ഇടയ്ക്കിടയ്ക്കായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പോത്തോസ് കുട്ടപ്പന്മാർ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതുപോലെ ഇത് വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഈ ഒരു കുഞ്ഞൻ പോത്തോസ് കണ്ട, അത് വേറൊരു വെറൈറ്റിയാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വട്ടം അത് വേറൊരു വെറൈറ്റി. അങ്ങനെ മൊത്തത്തിൽ 4ഓളം മണി പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. 4ഓ 5ഓ ഒരു കുഞ്ഞൻ നമ്മുടെ ഈ മണി പ്ലാന്റിൻ്റെ തന്നെ ഒരു കുഞ്ഞൻ ഇനം കൂടി ഉണ്ട്. അതെനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ, അതിങ്ങനെ പൊടിച്ച് വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 5ഓളം പോത്തോസിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇനിയും ഇത് കൂട്ടണം എന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പോത്തോസ് കളക്ഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും എനിക്കൊരു കുഞ്ഞ് കമ്പ് അയച്ചു തരൂ പ്ലീസ്. ഇനി എൻ്റെ കയ്യിലുള്ളത് എങ്ങാനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഇത്ര ഇന്നത്തെ വിശേഷങ്ങളുള്ളൂ. അടുത്ത വീഡിയോകളിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. സോറി, ബൈ പറഞ്ഞ് പോവുകയാണ് ഞാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എനിക്ക് ഒരുപാട് സപ്പോർട്ട് കുറവുണ്ട് കേട്ടോ. എന്തോ അങ്ങോട്ട് നീങ്ങണില്ലാന്നേ എൻ്റെ ചാനൽ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോസ് ചില ഷോർട്സൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. ജസ്റ്റ് എന്താ പറയുക, സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിന്നേ. അപ്പോൾ സബ്സ്ക്രൈബ് ഇടുന്ന് കാണിക്കും. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ അടിച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വേസ്റ്റാന്ന് തോന്നുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലെ എന്തെങ്കിലും ഭംഗിയുള്ള ചരടോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ബാലുവാണ് ഇത് ചെയ്തു തരണേ കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗമ്മൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ് അല്ലേ. പക്ഷേ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കറണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ. മോളാണിത് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ബാലു അതിലെനിക്ക് ചെയ്തിരുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു നമ്മുടെ ഫാബ്രിക് പശയൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് ഉള്ള ദിവസം മുഴുവൻ ഇതുമല് കളഞ്ഞേനെ കേട്ടോ. ബാലു വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സമയലാഭം ഉണ്ട്. അപ്പോൾ ആള് ഇതിന് ടപ്പേന്ന് ഈ ലൈസ് ഇട്ടെന്ന് ആ പാത്രത്തിനെയും കുട്ടപ്പനാക്കി കേട്ടാ. അപ്പോഴേ ഒരു വട്ടം ബൈ പറഞ്ഞാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടെ ഒരു ബൈ കിടക്കട്ടെ. വീണ്ടും കാണാം. ബൈ.